ചേട്ടൻ ഇപ്പൊ ഇട്ടിരുന്ന ജുബൈ മുണ്ടും ഒക്കെ എവിടെ? ഓണത്തിന് അണ്ടർവെയർ പോലും മേടിച്ചില്ല, പിന്നെ ജുബയും മുണ്ടും. ഇതെന്നാ വേഷാടി ഇത്? അയ്യോ വഴക്ക് പറയല്ലേ. അയ്യോ അല്ല, പിന്നെ കുടുംബശ്രീയിലെ ഇന്ന് മറ്റേ ഓണത്തോടനുബന്ധിച്ച് അംഗങ്ങളുടെ തിരുവാതിരയുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പ്രാക്ടീസ് പറയാൻ മറന്നു. നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞു ഈ കുടുംബശ്രീയും തിരുവാതിര എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. വഴക്ക് പറയല്ലേ. പണിയും ചെയ്തിട്ടല്ലേ ഓണെന്ന്. നിനക്ക് എന്തെല്ലാം പണി ചെയ്തു? നിന്നോട് തൊഴുത്ത് കഴുകിയിടാൻ പറഞ്ഞു. തൊഴുത്ത് കഴുകിട്ടോ? തൊഴുത്ത് ഞാൻ 5 മണിക്കാ കഴുകി കേട്ടാ. കഴുകിയോ? ഒന്നോടെ കഴിയുന്നോടത്ത് നിന്റെ കയ്യിലെ വള ഊരി പോകത്തില്ല, കഴുകണം. ദൈവമേ, ഓണമായിട്ട് കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീട്ടില് വിരുന്നുകാര് വരും. കാക്കയോ? എടി, ഓണമായിട്ട് വരുന്ന വിരുന്നുകാരാരാന്ന് പറയാം, നിന്റെ വീട്ടുകാരായിരിക്കുമല്ലോ. അവര് വന്നു കഴിഞ്ഞാൽ ഈ ഓണവും കഴിഞ്ഞ് ക്രിസ്മസും കഴിഞ്ഞ് അടുത്ത ഓണം കഴിഞ്ഞും പോകത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് കൂവേണ്ട വരും. എന്തിനാട്ടെ എന്റെ വീട്ടുകാരെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എടി, നിന്റെ വീട്ടുകാരെ കുറിച്ച് ആകെപ്പാട് പറയാനുള്ള കുറ്റം മാത്രമേ ഉള്ളൂ. അത് മാത്രം ഞാൻ പറഞ്ഞോണ്ടിരിക്കത്തുള്ളൂ. എന്റെ വീട്ടുകാരെ മാത്രം എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരുന്നോ? ഒരു സമാധാനം ഇല്ലാത്ത വീട്ടുകാരി നേരം വെളുക്കുമ്പോൾ ഭർത്താവ് കൂടെ തുടങ്ങും കലകല കലകല. ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പുറത്തും ഇപ്പുറത്തും വീട്ടുകാരുണ്ട്. സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണം. അതിന്റെ നിന്റെ കട്ടിൽ എന്റെ കഷത്തിലിരിക്കുവാണോ? നേരം വെളുക്കുമ്പോൾ രണ്ടോടെ കൂടെ തുടങ്ങും അങ്ങോട്ട്. സുരേഷ് ഏട്ടൻ വന്ന് കാര്യം ചോദിക്കട്ടെ. സുരേഷ് ഏട്ടന് കല്യാണം കഴിഞ്ഞല്ലോ, പിന്നെ ശാന്ത ചേച്ചി കെട്ടിയല്ലോ. ഈ കല്യാണം കഴിഞ്ഞ് താലി കെട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ കാറെ കയറി പോയപ്പോ ഈ ശാന്ത ചേച്ചിയുടെ അച്ഛൻ കരഞ്ഞോ? അത് ചോദിക്കാനുള്ള. കല്യാണം കഴിഞ്ഞ ജാന്നെ ഞാനിവിടെ വെളിയിലിറങ്ങി കാറ് കയറിയപ്പം തൊട്ട് അവളെ അച്ഛൻ കരച്ചിൽ തുടങ്ങിയതാ. അവസാനം ഈ കാർ ഓടുമ്പോ പുറകെ പട്ടി കരഞ്ഞോണ്ട് പോകൂലേ, അത് കണക്ക് അവളെ അച്ഛൻ കരഞ്ഞു വന്ന അവസാനം ഞാൻ പട്ടി എന്ന് പറഞ്ഞിട്ടും അച്ഛൻ പോയില്ല. അതിന് ജെണ്ടെടുത്ത് എറിഞ്ഞപ്പോഴാണ് അച്ഛൻ പോയത്. അത്രയ്ക്ക് സ്നേഹമാണ് എന്റെ ജാന്തേന്റെ അടുത്ത്. നിങ്ങൾ കണക്കൊന്നുമില്ല. ഇത് നേരം വിളിക്കുമ്പോൾ രണ്ടെണ്ണം കൂടെ ഇത് എന്തോ ബഹളം ഇത്. എന്റെ ഇവളുടെ അച്ഛൻ കല്യാണം കഴിഞ്ഞ് കാറിലേക്ക് കയറിയിട്ട് ഞാൻ കാറിന്റെ സൈഡ് മിററിൽ കൂടെ നോക്കുമ്പോ കാണിക്കുന്നുണ്ടെന്നേ കല്യാണ പന്തലിൽ നിന്നുണ്ട് ഇവളുടെ അച്ഛൻ. എന്റെ പൊന്ന് സുരേഷ് ഏട്ടാ, അച്ഛൻ അങ്ങനെയല്ല കാണിച്ചത്. അച്ഛൻ കാണിച്ചത് എങ്ങനെയാന്ന് അറിയാമോ? ഈ കൈ കിടന്ന് ആട്ടി ആട്ടി വളർത്തിയ കൊച്ചല്ലതില്ലേ ആ കാറിൽ കയറി പോണത്. അങ്ങനെ എന്റെ അച്ഛൻ കരഞ്ഞത് അറിയാമോ? സാധാരണ ഇങ്ങനെയല്ല ആട്ടുന്നത്, ഇങ്ങനെ ആട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇതാണ്. ഹലോ, തുണി എടുത്താ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് വരുന്നു. ഓ എടി പറയണ കേക്ക്, നീ ആർത്തി എടുത്തിട്ട് ഇങ്ങോട്ട് വെളിയിലോട്ട് വാ. ശാന്ത ചേച്ചി ഒരുമിച്ച് ഓട്ടോയിൽ ഇങ്ങോട്ട് വരാം. സുരേഷ് ഏട്ടാ, ഓ ശാന്ത ചേച്ചി അവിടെ പോയി. ഓണത്തിന് തുണി എടുക്കാൻ പോയതാ. കണ്ടാ, അവരൊക്കെ ഓണത്തിന് തുണി എടുക്കാൻ പോയി. ഇവിടെ ഓണമായിട്ട് എന്നും വഴക്ക് തന്നെ വഴക്ക്. ഒരു കഷ്ണം തുണിയെങ്കിലും വാങ്ങിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തിനുള്ള ഇൻസ്റ്റാൾമെന്റ് 160 രൂപ കൊടുത്ത ഒരു നൈറ്റ് ഞാൻ മേടിച്ചത്. അതിന്റെ ബാക്കി പൈസക്ക് ഇൻസ്റ്റാൾമെന്റ് ഇന്നലെ കൂടെ വന്നായിരുന്നു. വന്നോ? വന്ന് അന്ന് പുതുക്കെടുക്കാൻ മേലായിരുന്നോ? ഞാൻ പൊക്കോട്ടെ തിരുവാതിരക്ക്. പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. അടുത്ത 5 മണി അന്നേരത്ത് ഉദ്ഘാടനത്തിന് ഞാൻ എത്തിയിരിക്കും. ഓക്കെ ഓക്കെ അല്ലേ? ശരി. ഇതെന്താണ്? കല്യാണം കഴിഞ്ഞോ? മാല കിട്ടണമല്ലേ? സ്വീകരണം. പിന്നെ രാവിലെ തൊട്ട് നേരം വെളുക്കുമ്പോ തൊട്ട് സ്വീകരണം, പിന്നെ ഉദ്ഘാടനം എനിക്ക് കഴിയാൻ പറ്റും. എന്റെ ദൈവമേ, ഞാൻ ഇങ്ങനെ സെവറേറ്റി അയക്കി ഞാൻ എല്ലാം ചെയ്യും. ഈ നാട്ടിലും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, എന്നാ സ്വീകരണം? അതാണ് ചേട്ടന് തെറ്റിയത്. ഞങ്ങളുടെ കുടുംബക്കാർക്കെ അപ്പുപ്പന്മാര് തൊട്ട് എന്റെ അച്ഛൻ തൊട്ടതേ ഇപ്പൊ അമ്മാവൻ വരെ ഇങ്ങനെ സ്വീകരണത്തോട് സ്വീകരണം. ഇന്നെന്തായിരുന്നു സംഭവം സ്വീകരണം? എടി, ഈ ഒരു ചോദ്യത്തിന്റെ മുന്നിലാണ് ഞാൻ ഈ പകച്ചു നിൽക്കുന്നത്. എനിക്കറിയാൻ മേല. ഞാൻ പാലായി നിങ്ങ പോരുമായിരുന്നു ബസ്സേല്. ഞാൻ പോരുന്ന വഴിക്ക് കുറച്ച് ഈ ഭരണങ്ങാനം അടുത്തപ്പത്തേക്കും അടുത്തിരുന്ന പെങ്കൊച്ച് എന്നെ നോക്കി തെറി പറയുന്നു. എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളവും. ഇത് കേട്ടപ്പോ എനിക്ക് ആ വണ്ടി ഇരിക്കാൻ തോന്നിയില്ല. ഞാൻ നേരെ ചാടി ഇറങ്ങി. കണ്ടക്ടർ എന്നെ വന്ന് മുട്ടം പിടുത്തം. അവിടെ കിടന്ന് വിഷയമായി. പിന്നെ പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്ന് അതും ഇതും എല്ലാം കഴിഞ്ഞ് സ്വന്തം ജാമ്യത്തിൽ ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പം കുറെ പിള്ളേരും ആൾക്കാരൊക്കെ വന്ന് എന്റെ കഴുത്തിലോട്ട് ഈ മാല ഇട്ടേച്ച് പറഞ്ഞു, ഇനി നിങ്ങളെ ഞങ്ങളങ്ങ് ഏറ്റെടുത്തെന്ന് പറഞ്ഞു. സ്വീകരണമെങ്കിൽ സ്വീകരണം, ഉദ്ഘാടനമെങ്കിൽ ഉദ്ഘാടനം. ഞാനും വരുന്ന നല്ല രസമുള്ള പരിപാടി. ഇനി പോകുന്നങ്ങനെ മനസ്സിലായി. നിങ്ങളുടെ അപ്പനപ്പന്മാർക്ക് സ്വീകരണം കിട്ടുന്നത് എങ്ങനെയാന്ന് പിടികിട്ടി. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെന്നാ വർത്താനോ പറഞ്ഞു. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്നെ 3 ഉദ്ഘാടനം ഞാൻ ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവളെന്നെ വിളിച്ചു വരുത്തിയതാണ്. നീ വന്ന ഒരു കാര്യം പറട്ടെ. ഇങ്ങോട്ട് അതിനായമായിട്ടുള്ള കാര്യം. ഇങ്ങ് വന്നേ. ഇവളെന്നെ വിളിച്ചായിരുന്നു. ഇവളെന്നെ വിളിച്ചു കുറെ പരാതി. നീ ഈ വീട്ടിൽ കിടന്ന് ഭയങ്കര കശപിശയാണോ? അത് നാരങ്ങ വെള്ളത്തിൽ ഇടുന്ന സാധനമല്ലേ? അത് കശ. ഇത് കശപിശ. നാരങ്ങ വെള്ളത്തിന്റെ കാര്യം ഓർത്തപ്പോ എടി കൊച്ച നല്ല ചൂട്, നീ നാരങ്ങ വെള്ളം എടുക്ക്. ആ കശപിശയെ കൂടെ ഇട്ടു. കശപിശയല്ല കശ പോയിട്ട് കേട്ടോ. ആ വാങ്ങ പറയണം. നീ വന്നേ.
കുടുംബം എന്ന് പറഞ്ഞ ആണുങ്ങളുടെ കയ്യിലിരിക്കുന്നു. ആണുങ്ങളാ കുടുംബം നടത്തുന്ന, പെണ്ണുങ്ങളല്ല. കാര്യത്തുമ്പേൽ ഇങ്ങനെ തൂങ്ങി നടന്നാ പോരാ. എടാ നിന്നോട് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുക. നീ പണിക്ക് പോകത്തില്ല, വേലയ്ക്ക് ഇറങ്ങി പോകത്തില്ല, കൂട്ടുകെട്ടില്ല, വീടി വലിയില്ല, വെള്ളവടിയില്ല. ഏത് നേരം ഈ പെരക്കകത്ത് നിന്റെ കല്യാണ കാസറ്റും കണ്ടോണ്ടിരിക്കാൻ നിനക്ക് നാണം, നിന്റെ തലയ്ക്ക് വല്ല ഓളമാണ്. ഈ കല്യാണ കാസറ്റ് കാണാൻ എന്നാന്നറിയോ, മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഈ കല്യാണ കാസറ്റ് എപ്പോഴും എടുത്തിട്ട് കാണുന്നത്. ഈ താലി കെട്ടുന്ന ഈ സീൻ കാണാൻ നേരത്തെ എന്തുവാണ് ഇതിന് മാത്രം? അത് ഞാൻ പറയാം. ഞാൻ കാറയിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ കല്യാണ മണ്ഡപത്തിൽ കയറി അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നു. അവിടെ അങ്ങ് നിർത്തും, എന്നിട്ട് റിവേഴ്സ് അടിക്കും. ഈ കെട്ടിയ താലി പറിച്ചോണ്ട് മണമണമെന്ന് പറഞ്ഞ് കാറെ കയറി അങ്ങ് പോണത്. അയ്യോ, അത് കാണുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തി. നിന്റെ കുഴപ്പം എടാ, ഇതിനൊക്കെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്നാന്നറിയോ? ഇതിന്റെയൊക്കെ സ്നേഹം. എടാ, ഭാര്യയുമായി സന്തോഷമായി ജീവിക്കണമെന്നുണ്ട്, അവിടെ സ്നേഹം വേണം. ഈ അമ്മാവനൊക്കെ എത്ര ഭാര്യമാര് എന്നാ പറഞ്ഞേ? അല്ലടാ, അമ്മാവനൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ സ്വന്തം ഭാര്യയെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലായോ? പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയും, പണ്ട് കാരണവന്മാര് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്നാന്ന്? സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അയൽവക്കക്കാരന്റെ ജനൽ വഴി എത്തി നോക്കണമെന്ന്. ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്തോ കാര്യം? പക്ഷേ കുഞ്ഞാ, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണെങ്കിൽ അയൽവക്കക്കാരന്റെ ജനലിക്കട നോക്ക. ശരിയാണോ പോലും? ചിലപ്പോ നോക്കിയേക്കാം. ഈ താക്കോൽ എവിടെ പോലും വെച്ച് സുരേഷ് ഇവിടെ കണ്ട് വെക്കണ കണ്ടതാണോ? നോക്കാം. ഇതെന്നാ കോപ്പിനാ പോലും ഇത് പൂട്ടിയിട്ടിട്ട് പോണത്? ആകപ്പാടെ ഉണ്ട്, ഒരു ചൂലും ഉണ്ട്. കാണുന്നില്ലേ? ശരിയാട്ടോ, ഇവിടെ നോക്കി എന്റെ വൈഫിനെ കാണാൻ എന്നാ സുന്ദരിയാ. അമ്മാവനെ കാണാൻ നല്ല സുന്ദരനാ. ഈ ജെല്ല് കൊള്ളാലോ. ഞാൻ അകത്ത് വെച്ച് നിന്നോട് പറഞ്ഞ കാര്യമൊക്കെ നിനക്ക് മനസ്സിലായോ? ബോധമുള്ളവളാണ്, മനസ്സിലാക്ക. എന്തു അമ്മാവാ ഇനി ഞാൻ പറയുന്നത്, ആ 1.5 ചാൺ നീളമുള്ള അവനെ നിനക്ക് കൊള്ളത്തില്ല. കൊള്ളത്തെ ഞാൻ പറയാമല്ലോ. അവനെ വറക്കത്ത് കെട്ട മുഖമായിട്ട് നിരിക്കും. എനിക്ക് ഈ വീട്ടിൽ കാണുമ്പോഴേ അവനങ്ങ് ചൊറിഞ്ഞു കയറുക. ഞാൻ ഇപ്പോഴും ഒരു കുഞ്ഞെ നിനക്ക് ഞാൻ പറയാം, നിന്നെ കാണാൻ എന്തോ സൗന്ദര്യ. ഇവനെ അങ്ങ് ഉപേക്ഷിക്ക്, എന്നിട്ട് പാലായിലോട്ട് പോവാ. നല്ല ചെറുപ്പക്കാർ പിള്ളേരുണ്ടെന്നോ, നല്ല ബോധർച്ചയും കൂട്ടി കൂട്ടുപടിച്ച് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാന്ന്. ഓ അമ്മാവ, അവിടുന്ന് എന്തൊക്കെ വർത്താനം ഈ പറയണത്? ഞാനും ചേട്ടനും നമ്മുടെ ചിലപ്പോ വഴക്കുണ്ടാവും, ചേട്ടൻ എന്നെ ഒന്ന് തല്ലി എന്നൊക്കെ ഇരിക്കും. പക്ഷേ ആ മനസ്സ് മൊത്തം എന്നോടുള്ള സ്നേഹമാ. പിന്നെ എന്റെ ഭാര്യക്ക് ഇതിന് മാത്രം സ്നേഹം ഉണ്ടായിരുന്നു അല്ലേ? എന്നാലും വേണ്ടില്ല, ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് അങ്ങ് കറക്കണം. കറന്നതിന്റെ കറവ പറ്റി. കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നപ്പോ പറഞ്ഞതാ, കറവ പറ്റി എരുമയെ വിറ്റിട്ട് പുതിയൊരു എണ്ണത്തിനെ വാങ്ങിക്കണമെന്ന്. ഈ വീടിന്റെ ഉടമസ്ഥ എരുമ ശാന്ത. അതെ, അതിങ്ങ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. പിന്നെ എന്തായാലും ഓണത്തിന് ചിട്ടി കിട്ടിയ ആ കാശ് കൊണ്ട് എനിക്കൊരു കിടുക്കാച്ചി എരുമയെ വാങ്ങണം. അടുത്ത ഓണം വരെ ഞാൻ പറ നിന്ന് കറക്കും. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവിടെ തന്നെ സുരേഷേട്ടൻ വെച്ചത് ഞാൻ കണ്ടതാ. ഈ മനുഷ്യൻ ഇത് എവിടെങ്കിലും ഒക്കെ കൊണ്ട വലിച്ചെറിയും. എപ്പോഴും ഉള്ളൊരു പതിവാ അത്. സുരേഷേട്ടൻ ഒന്ന് വിളിച്ചു നോക്കി എവിടെ വെച്ചെന്ന് നോക്കട്ടെ. അയ്യോ, ഇതാരാടി? അകത്താരോ ഉണ്ടല്ലോ. ഇനിയിപ്പോ വല്ല കള്ളന്മാരങ്ങനാണോ? പിന്നെ ഈ പകൽ ഏത് കള്ളം കയറാനാ? ഞാൻ ഇത്ര സമയം ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. പകല് വീട്ടിൽ കയറുന്ന കള്ളന്മാരുണ്ട്. ഒന്ന് പോയേച്ചി അവിടുന്ന്. നാട്ടുകാരെ ഉച്ച വെക്കല്ലേ, നാട്ടുകാരെ വിളിക്കണ്ടേ? ഇളകിയാ പറഞ്ഞതാ ചേച്ചി. ഇങ്ങനെ വിളിച്ചു കൂവല്ലേ? നാട്ടുകാർ വന്ന കള്ളം കളന്റെ പാട്ടിന് പോകും. നമ്മൾ ആരും അയൽക്കൂട്ടത്തിലെ പെൺപുലികളല്ലേ? ഈ ഒരു കളനെ നേരിടാൻ നമ്മൾ രണ്ടും ധാരാളം. എങ്ങനെ? ഞാൻ പറഞ്ഞ പോലെ ചേച്ചി കേട്ടാ മതി. ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുന്ന പോലെ മൂളിക്കോണേ. ചേച്ചി, നമുക്കേ അടുക്കള വശത്തുകൂടി അകത്തോട്ട് കേറിയാലോ? അതെ. ഇതാണ് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നത്. എനിക്ക് ഫ്രണ്ടിൽ കൂടെ ചാടാലോ. അമ്മത്തിനൊന്നും പറയാൻ ഞാനില്ല, നിങ്ങൾ പറയാൻ ജീവനൊക്കെ ചാവണം. കൊല്ലല്ലേ ചേട്ടാ, ഞാൻ ഇവരെ കൊല്ലും ചേട്ടാ, ഉറപ്പായിട്ട് കൊല്ലും.
നിനക്കത് പറഞ്ഞാൽ മതി. ഇവിടെ കള്ളനെ വന്നേക്കണം. ഇങ്ങോട്ട് മാറ്റടി, അവന്റെ തലയടിക്കാൻ പൊട്ടിക്കണം. എന്നെ കൊല്ലല്ലേ. നീ പിന്നെ അവന്റെ ശബ്ദം പോലെ കേൾക്കുന്നല്ലോ. പൊക്കിക്കാവുണ്ട്. അത് ശരി. അപ്പൊ നിനക്ക് മോഷണമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞാലേ ഇവനെ ഉപേക്ഷിക്കാൻ. എന്നെ ഇത്ര നാളും നിങ്ങൾ ചതിക്കുമായിരുന്നല്ലേ. അടിയിടി വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മോഷണം തുടങ്ങിയ. ഇങ്ങനെ ഒറ്റ ഈ പ്രശ്നം ഉണ്ടായത്. ഇയാള് പറഞ്ഞ എന്നാന്നറിയോ? അയൽവക്കാരനെ ജല്ലിക്കട നോക്കിയാ നിനക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനത് നോക്കാനായിട്ട് കേറിയതാ. അത് ശരി. അത് ഞാക്കാൻ വേണ്ടി ചെന്ന് കയറിയതാണ് അതിനകത്തോട്ട്. എന്നിട്ട് നോക്കിയിട്ട് പെണ്ണുപിള്ളക്ക് സൗന്ദര്യം ഉള്ളതായിട്ട് തോന്നിയോ? ആ സൗന്ദര്യം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ വേറൊരു കാര്യം മനസ്സിലായി. എന്നത്? പെണ്ണുങ്ങൾ എവിടെ ചെന്ന് ഒളിഞ്ഞു നോക്കിയാലും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലായി. ചേട്ടാ